ലൊക്കേഷൻ സെക്രട്ടേറിയറ്റ് പരിസരമാണ്. സംഭവം SFI മാർച്ച്. മദ്യനയവും വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് വർധനവിലും പ്രതിഷേധിച്ച് SFI ഒരു മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്നു. ആ മാർച്ചിനെ പ്രതിരോധിക്കാൻ പോലീസ് ജലപീരങ്കിയും വരുണും വജ്രയും അങ്ങനെ ബാരിക്കേഡും എല്ലാമായി സർവ്വവിധ സന്നാഹത്തോടുകൂടി ബന്ദോബസ്ത് തീർത്ത് നിൽക്കുന്നു. രൂക്ഷമായ വാക്കേറ്റം പലതവണ പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടാകുന്നു. തലസ്ഥാനത്ത് പിന്നീട് തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കാണുകയും ചെയ്തത്. ഇതിനിടെ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ പോലീസുകാരെ പ്രവർത്തകർ ബ്ലേഡ് കൊണ്ട് വരയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സംഘർഷത്തിൽ കുറച്ച് പോലീസുകാർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെൻറ്റ് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. കണ്ടോൺമെൻറ്റ് SHO നൽകിയ പരാതിയിലാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. കണ്ടോൺമെൻറ്റ് SHOയുടെ ഹെൽമറ്റ് അടക്കം അടിച്ചു തകർക്കാൻ സമരത്തിനിടെ പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. മാത്രമല്ല മറ്റുള്ള പോലീസുകാർക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തകർ പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ആ പരാതിയിൽ ഉണ്ട്. ഏതായാലും ഇതിലെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള വസ്തുത ഈ പരാതിക്കാരൻ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ്. അതായത് കണ്ടോൺമെൻറ്റ് SHO തന്നെയാണ് ഈ പരാതി നൽകിയത്. കണ്ടോൺമെൻറ്റ് SHO തന്നെയാണ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ശവം പോലും വീട്ടുകാർക്ക് കിട്ടാത്ത രീതിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. പോലീസിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി FIRലുണ്ട്. ബ്ലേഡ് ഉപയോഗിച്ച് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു എന്നതടക്കമുള്ള പരാമർശം കൂടി FIRലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ CPM പ്രതിപക്ഷത്തേക്ക് എത്തിയതോടുകൂടി തന്നെ യഥാർത്ഥ സമര വീര്യവും യഥാർത്ഥ സമരമുറകളുമൊക്കെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനി അടുത്ത നാളുകളിലും തുടരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമരവും നമുക്ക് പ്രകടമാക്കി തരികയും ചെയ്ത. ഇതെങ്ങനെ പരാതിക്കാരൻ തന്നെ കേസ് അന്വേഷിക്കും എന്നുള്ളതാണ് മറ്റൊരു ക്യൂരിയോസിറ്റി നൽകുന്ന കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.